ഇന്ന് ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സെപ്റ്റംബർ 4-നായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണൊന്ന് എഡിറ്റാക്കി അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. നമ്മൾ രാവിലെ 3:50 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ട്രെയിൻ 4:50 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ട്രെയിനൊക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സമയം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് തിരൂരാണ് കേട്ടോ. തിരൂർ ഏകദേശം സ്ഥലമൊക്കെ അറിയാം, പക്ഷെ എന്നാലും കോളേജൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു സബ്സ്ക്രൈബറും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊന്ന് എത്താൻ ലേറ്റായി തോന്നുന്നു. നമുക്ക് ടെൻഷനായിരുന്നു കറക്റ്റ് ടൈം എത്തൂലേന്ന്. പിന്നെ ഓടിയിരുന്നു കേട്ടോ. ഓണം ടൈം ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഇട്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ കളറാക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ഓട്ടോ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ കോളേജിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് അവർ നമ്മളവിടെ ആക്കി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ ടൈം കിട്ടിയിട്ടില്ലേനു കേട്ടോ. പിന്നെ നമ്മൾ വെയിറ്റിംഗ് ഹാളിലേക്കാണ് പോയിട്ടുണ്ടായത്. കുറച്ച് സമയം അവിടെ ഇരുന്ന് നമുക്ക് 2 ആൾക്ക് മോർണിംഗ് സ്ലോട്ടും ഒരാൾക്ക് ഉച്ചക്കുള്ള സ്ലോട്ട് ഇരുന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ 2 ആൾ എക്സാം കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഹാഫ് അവർ ബ്രേക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ 3 ആളും ജസ്റ്റ് പുറത്തിറങ്ങി വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഫ്രണ്ട് പിന്നെ എക്സാമിനേക്ക് കയറിയിട്ടോ. പിന്നെ നമ്മൾ 2 ആളും പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ നടന്ന് അങ്ങനെ എന്തൊക്കെയോ. ഇത് റീജിയണൽ എഡ്യൂസിറ്റി എന്ന് പറഞ്ഞൊരു കോളേജ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ATM-ലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ല വിശപ്പേനു. കാരണം രാവിലെ 3:50 ഇറങ്ങിയതാ. ആകെ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ വയറ്റിൽ. അതുകൊണ്ട് നമ്മൾ വേഗം അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ടിന് തീരെ വെയ്യാണ്ടായപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ ടൗണിൽ പോയി എന്നിട്ട് അവിടുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മറ്റേ ഫ്രണ്ട് എക്സാം എഴുതാണ്. നമ്മൾ ടൈം പോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബേക്കറിയിലൊക്കെ പോയി അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും വെയിറ്റിംഗ് ഹാളിലേക്ക് വന്നു കേട്ടോ. ഫ്രണ്ട് നല്ല ഉറക്കമുറങ്ങി. ഞാനാണെന്നുണ്ടെങ്കിൽ ഓക്ക് കാവൽ പോലെ ഇരിക്കേനു. കാരണം ഓക്ക് തീരെ കഴിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും കൂടി ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ കുറച്ച് മണിക്കൂറിന് ശേഷം ഓൾ എക്സാം കഴിഞ്ഞിട്ടോ. 4:45 ഓൾ ഇറങ്ങിയിട്ടുണ്ടായത്. നമുക്ക് 5 മണിക്കേനു ട്രെയിൻ. അന്നാണെങ്കിൽ തീരെ ട്രെയിൻ ഇല്ലേനു കണ്ണൂരേക്ക്. അല്ലെങ്കിൽ നമ്മൾ ബസ്സിന് പോകേണ്ടി വരേനു. അപ്പോൾ വേഗം ഓടി റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ടാ ട്രെയിനിൽ കയറി. ഫസ്റ്റ് സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. 3 ആളും 3 വൈക്കേനും ഉണ്ടായത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 3 ആൾക്ക് ഒരുമിച്ചൊക്കെ ഇരിക്കാൻ പറ്റി. അടുത്തുള്ളവരോടൊക്കെ നമ്മൾ കമ്പനിയായി കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചു. രാത്രി 8:30 ആയപ്പോൾ നമ്മൾ കണ്ണൂരെത്തി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. കാരണം ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ വരും. സോ അവർ വരുന്ന ടൈം നമ്മൾ വെറുതെ ഇരിക്കണം. നമ്മളാണെങ്കിൽ പ്രോപ്പറായിട്ട് മറ്റേ ഫ്രണ്ട് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വേഗം MRIയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും ടൈം ഉണ്ടായപ്പോൾ നമ്മൾ അടുത്തുള്ള ഡൊമിനോസിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായത്. വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് നല്ലോണം ഉറങ്ങാൻ. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ എക്സാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഓക്കെ ബൈ.